ഹലോ നമസ്കാരം, ചിക്കിക്കുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം അപ്പവും മുട്ടക്കറി അതിനായിട്ട് തലേന്ന് എന്നാണ് അരി വെള്ളത്തിലിട്ട് കുത്തി വെച്ചത്, തേങ്ങ, പിന്നെ ചോറ്, ഈസ്റ്റ്, പിന്നെ പഞ്ചസാരയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കുന്ന അരി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരി, പഞ്ചസാര, ചോറ്, ഈസ്റ്റ്, തേങ്ങ, ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കുക. വേറെ കപ്പി കാച്ചുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പം അതെല്ലാം കൂടി അരച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം രാവിലത്തേക്ക്. ഇനി നമുക്ക് രാവിലെ കാണാം. ഓക്കെ, രാവിലെ നല്ല അടച്ച് വൃത്തിയാക്കി ഒരിടത്തേക്ക് എടുത്ത് വെക്കുക. അപ്പം ഇത് അതിനകത്തേക്ക് നല്ല വടിച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് പൊങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊതുപൊതാന്നിരിക്കുന്നു, നല്ല കറക്റ്റായിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കറക്റ്റാക്കി എടുക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ ഇതിനകത്തോട്ട്. ഒത്തിരി വെള്ളം വേണ്ട, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് തളിച്ച് കൊടുത്താൽ മതി. അപ്പം അതാണ് അതിൻ്റെ ഇതിൽ ഇച്ചിരി വെള്ളം നമുക്ക് ചേർക്കാനിട്ടുണ്ട്. നല്ല ഇളക്കുമ്പോഴേക്ക് എല്ലാം പഞ്ഞി പോലെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. ഇതിൽ ഇച്ചിരി കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈവെള്ളം തളിക്കുക എന്ന് പറയും. ഇങ്ങനെ തളിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ കണ്ട കറക്റ്റ് പാകമായിട്ട് കേട്ടോ. അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ തേച്ച് കൊടുക്കാം ചട്ടിയിലേക്ക്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. കണ്ടോ, ഇത് തേങ്ങയുടെ മൂക്കിൻ്റെ അവിടുത്തെ പിന്നെ ചകിരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. അപ്പം ഒരു തവി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇത് വേഗട്ടെ കേട്ടോ. അപ്പോൾ വെന്ത് വരട്ടെ. അപ്പം ഏകദേശം ആയിട്ടിലുണ്ടാവില്ല, എന്നാലും ഒന്ന് തുറന്ന് നോക്കണ്ടോ. ഇങ്ങനെ ഉണ്ടോ, നല്ല പൊന്തി വന്നേക്കുന്നുണ്ടോ. അപ്പം ഇത് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല പതുപതാന്നിരിക്കുന്ന അപ്പം നല്ല സൂപ്പർ. ഇനി നമുക്ക് വീണ്ടും ചട്ടിയിൽ എണ്ണ തേച്ചിട്ട് പിന്നെ നമുക്ക് മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ കറക്കുന്ന മാതിരി ഇങ്ങനെ തവി വെച്ചിട്ട് ആക്കണ്ട. ഇതിങ്ങനെ തന്നെ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അത് വെച്ചിട്ട് പിന്നെ വട്ടം ചുറ്റിക്കൊന്നും വേണ്ട കേട്ടോ. ആ ഒഴിക്കുന്ന ഒഴുപ്പിന് കറക്റ്റായിട്ട് അത് വന്നോളും അടച്ച് വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യണം. മുട്ടക്കറി കേട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത്. കിഴങ്ങ് കറി എന്നും പറയാം. അപ്പം ഇത് നമ്മൾ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്, സവാള. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് റെഡിയാക്കണം. പിന്നെ അതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി നമുക്ക് അരച്ചെടുക്കാം. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കറി വെക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനായിട്ട് ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. സ്റ്റൗ കത്തിച്ച് കൊടുത്ത് ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കിഴങ്ങും പച്ചമുളകും നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നമുക്ക് ചെറുതായിട്ട് പിന്നെ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാല, ഇറച്ചി മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. രാവിലെ ആകുമ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കറിയല്ലേ, അപ്പം നമ്മൾ ഒക്കെ എളുപ്പം ഒഴിക്കാണ്ട് ചെയ്യുന്നത്. എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ ചെയ്യുന്നത്. രാവിലെ സ്കൂളും പിന്നെ ചേട്ടായിക്ക് പോകാനും ഒക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതാക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ കേട്ടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് അതൊന്ന് കുറച്ച് ഇതായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം മുട്ടക്കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന പച്ചമുട്ട ഇതിനകത്തേക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇതിനകത്തേക്ക് തന്നെ സെപ്പറേറ്റ് വെക്കുന്നില്ല നമ്മൾ ഇതിനകത്തേക്ക് തന്നെ. അപ്പം മുട്ടയും കിഴങ്ങും ഒരേപോലെ വെന്ത് കിട്ടും. അപ്പം എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കും കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയാണ്. അപ്പം ഇതിനകത്തേക്ക് വെച്ച് അടച്ച് വെക്കും. ഇനി ഇതൊന്ന് വേകട്ടെ കേട്ടോ, അടച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇച്ചിരി നേരം ഒന്ന് വേവട്ടെ. കിഴങ്ങ് വേകുന്നതാണ് കറിയാവുന്ന ഇത്. അപ്പോൾ ഇത് വെന്തോ നമുക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം കിഴങ്ങൊക്കെ കുത്തി നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ നിന്ന് മുട്ട എടുക്കുകയാണ്. മുട്ട എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് വെച്ചു. അത് തണുക്കട്ടെ. മുട്ട എടുത്തു, വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. നല്ല തിളയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കിഴങ്ങ്. അത് നമ്മൾ തവി കൊണ്ട് മെല്ലെ ഒന്ന് കുത്തി ഉടക്കി ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ആ ഉടച്ച് കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ് അതേപോലെ നിൽക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ കൊഴുപ്പ് വരത്തുള്ളൂ. ഇത് അങ്ങനെ വരട്ടെ, 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് അപ്പോൾ ഇനി അതിൻ്റെ അടപ്പ് മാറ്റി ഇനി നമ്മൾ ഇപ്പം നല്ല കറക്റ്റായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും അരച്ചതാണ്. അപ്പോൾ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ആദ്യം നമ്മൾ കടുക് വറുത്തിട്ടാണല്ലോ വെച്ചത്. അപ്പോൾ പിന്നെ വേറെ കടുക് വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. മിക്സിയുടെ ജാറ്, ഞാൻ എപ്പോഴും പറയുന്നത് മിക്സിയുടെ ജാറ് ഞാൻ കഴുകി അതിനകത്തേക്ക് ഒഴിച്ച് അരപ്പ്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തിക്കായിട്ടുള്ള കറിയായി വന്നിട്ടുണ്ട്. അപ്പം കറി റെഡിയാവുന്നു. റെഡിയായി. ഇനി അതിനകത്തേക്ക് മുട്ട വെച്ച് കൊടുത്തു. ഇപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പവും മുട്ടക്കറി, ഒരു മുട്ടയും ഇച്ചിരി ഗ്രേവിയും കൂടെ കൂട്ടി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ. അപ്പം ഒരു കഷ്ണം എടുത്തു, മുട്ടയെടുത്ത്. നല്ല ചൂടാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ടാറ്റ, ബൈ ബൈ, താങ്ക് യു. എല്ലാവരും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.